ഹബീബികളെ അങ്ങനെ ഞാനിതാ ഇന്നത്തെ ഡ്യൂട്ടിക്ക് പോകണം ഗൈസ്. ഇതാണ് ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം. ആരെങ്കിലും വളയോട്ടോ അത് കണ്ടിട്ട്. ചൂട് എന്നൊക്കെ പറയുമ്പോൾ ഗൈസ്, ഈ സിഗ്നലിന്റെ നടുവിലൊക്കെ ഇങ്ങനെ തീ കൂട്ടിയിട്ട് വരച്ചാൽ അങ്ങനെ ഉണ്ടാവും. അതുപോലെയാണ് സിഗ്നലൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ. എൻ്റെ അമ്മോ, ഇവിടെ എത്തിയപ്പോഴൊന്ന് ആശ്വാസമായി. രണ്ട് ബിൽഡിങ്ങിന്റെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ ചങ്ങായിമാരെ പഴയമായിരുന്നല്ലോ. ഇപ്പോൾ രാവിലെ തന്നെ ഉച്ചയാണ്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഗൾഫത്തെ അവസ്ഥ. ഇന്നാണ് ഈ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല. അതേ വരുന്ന ബസ്. ഈ എണീക്കലും ഒരുങ്ങലൊക്കെ ലേറ്റ് ആയി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും ലേറ്റ് ആവും. ബസ്സിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ സത്യം പറയാലോ, പുറത്തന്നെ നിന്നാൽ മതി എന്ന് തോന്നി. എ സിക്കൊന്നും തീരെ പവറില്ല. ഒരുമാതിരി ബീപ്പിട്ടാത്ത മാതിരിണ്ട് ഇതിലുള്ള കുത്തറിട്ട്. ഇന്നൊക്കെ ബസ്സിലിരിക്കുമ്പോൾ എന്താ അറിയില്ല, പുറത്തേക്ക് നോക്കിയാൽ കണ്ണിൽ ചൂടടിക്കുക. പുറത്തേക്ക് നോക്കിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഇവിടെയൊക്കെ ഓരോ 10 മിനിറ്റ് കൂടുമ്പോൾ ചൂട് കൂടിക്കൂടി വരിക. ഇത് അബുദാബി സിറ്റിയിലായതുകൊണ്ട് ഇങ്ങനെ. ഈ ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ അവസ്ഥ എന്താണാവും. എന്നാൽ നാട്ടിലാണെങ്കിൽ നേരെ മറിച്ച് ഓരോ 10 മിനിറ്റിനും മഴ ഉണ്ടായിരുന്നു. അത് കേട്ടിട്ട് എനിക്ക് ഇങ്ങനെ തരിച്ച് കയറിക്കൊണ്ട് നാട്ടിലുള്ള എൻ്റെ വീഡിയോ കാണുന്നവരെ, നിങ്ങളെ ലൈഫാണ് ലൈഫ് ഗൈസ്. ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി 15 മിനിറ്റ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. കരിഞ്ഞ ആംപ്ലേറ്റ് ആകുന്നതിന് മുന്നേ ഞാൻ വേഗം അകത്തേക്ക് കയറി ചോറൊക്കെ കഴിച്ച് പിന്നെ നേരെ പള്ളിയിലേക്കും പോയി. ഇവിടെ വന്നിരിക്കുമ്പോഴാണ് സമാധാനം എന്നൊക്കെ തോന്നുന്നു. പക്ഷേ അപ്പം തന്നെ എണീറ്റ് ഓടും, അല്ലെങ്കിൽ പണി കിട്ടും. ടൈറ്റ് ഷെഡ്യൂളാണ്, അതുകൊണ്ടാണ്. ഇതാണ് ഞങ്ങളെ പെൻഡിലും. ഇവിടെ എന്തോ പ്രോഗ്രാം നടക്കാൻ പോകുന്നുണ്ട്. അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആണ്. ഇപ്പം ഞാൻ ലിറ്റനും കൂടി ഒരു ചായ കുടിക്കാൻ പോകണം. ഞങ്ങൾ മിക്കവാറും ഇപ്പം ആംപ്ലേറ്റ് ആവും. അതിന് മുന്നേ ചായക്കടയിലെത്താം. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ചായ കുടിച്ച് എല്ലാവരും കുറ്റം പറഞ്ഞു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ റൂമിലേക്ക് പോകാം. ബസ്സിലിരുന്ന് അബുദാബിയിലെ നൈറ്റ് വ്യൂ കാണാൻ ഭയങ്കര രസമാണ്. അതും കണ്ടെങ്ങനെ പോകുന്നു. ചൂട് ഇങ്ങനെ കൂടിയും കുറഞ്ഞും ഇങ്ങനെ കളിക്കല്ലേ. ഞങ്ങളൊക്കെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നതൊക്കെ ഒഴിവാക്കണം കേട്ടോ. ഗൾഫിലുള്ള എല്ലാവരും കൂടുതൽ വെള്ളം കുടിക്കുക, ചൂട് കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സൊക്കെ ഉപയോഗിക്കും, പിന്നെ സൺസ്ക്രീനൊക്കെ പറ്റുമെങ്കിൽ യൂസ് ചെയ്യുക. റൂമിലെത്തിയ പാട് ബാഗ് അവിടെ ഇട്ട് എറിഞ്ഞുകാണ്ട് നേരം വണ്ടി. ഞാൻ ചങ്ങായി കിഫിലും കൂടിയും ഒരു അമേസിങ് സാധനം കാണാൻ പോകണം. നിങ്ങളെയും കാണിച്ചു ഗൈസ്. ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് അബുദാബിയിലെ മുഷ്രിഫ് മാളിലേക്കാണ്. ഇവിടെ ഇന്ന് വീൽ ഓഫ് വണ്ടർ സെക്കൻഡ് എഡിഷൻ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദ മോട്ടോ ഷോ. കാറും ബൈക്കും ഉണ്ടെന്നാണ് കേട്ടത്. നമുക്ക് പോയേക്കാം. വാവ് ഗൈസ്, നമ്മളിത് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു കിഡിലൻ ഇഞ്ചിപുട്ട സാധനം തന്നെ നമ്മൾ മുന്നിൽ കിടപ്പുള്ളത്. ഇതാണ് ഡാറ്റ്സൺ റേസ് കാർ. ഡാറ്റ്സൺ റേസ് കാർ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? പീറ്റർ ബ്രോക്ക് സ്ഥാപിച്ച റേസിംഗ് ടീമായ ബ്രോക്ക് റേസിംഗ് എന്റർപ്രൈസസിന്റെ BR, ഇതാണ് ഇതിന്റെ പേര്. ഈ ടീമിൽ റേസ് ചെയ്യുന്നതില്ലേ, ഈ ഡാറ്റ്സൺ റേസ് കാറുകൾ മാത്രമായിരിക്കും. ഈ കാറിന്റെ നമ്പർ ഒക്കെ 46. ഇത് അവരുടെ റേസിംഗ് ലിസ്റ്റിൽ ജസ്റ്റ് ഈ നമ്പർ കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. ബട്ട് നൗ ഈ കാറിന്റെ ഐഡന്റിറ്റി തന്നെ അടയാളപ്പെടുത്തുന്നത് ഈ നമ്പർ വെച്ചിട്ടാണ്. അടുത്തായിട്ട് ഇതേ ഒരു ബ്ലൂ മസ്താങ്ക്. ഇവരുടെ ഇൻസ്റ്റ ID ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാം ഒരു ചുറ്റും ഇങ്ങോട്ട് നോക്കി. എനിക്കിതിൻ്റെ ഈ വീൽ കപ്പ് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ മൊത്തത്തിലൊരു ക്ലീൻ ഫിനിഷിങ് ഐറ്റം. അത് ഷോക്ക് കൊണ്ടുപോകുന്നതുകൊണ്ടായിരിക്കും. തീർന്നിട്ടില്ല ഗൈസ്. ഇനിയും ഒരുപാട് വണ്ടികളുണ്ട്. എല്ലാം ഞാൻ കാട്ടിത്തരാം. ഇതെന്താ പറയുക, ഇത് ഗ്രാൻഡി ടീംസിൻ്റെ ഏരിയ ആണ് കേട്ടോ. മീൻസ് വിൻറ്റേജ് വല്ലിപ്പ ഐറ്റംസ് ആണ്. തറവാടിത്തെ ഇതിൻ്റെ മുഖത്ത് കാണാനുണ്ട്. ഫസ്റ്റ് നമ്മൾ കണ്ടത് ഇതാ ഒരു റോൾസ് റോയ്സ് സിൽവർ ഷാഡോ. തൊട്ടടുത്തുള്ളത് തന്നെ ഇതേ ഒരു മീശക്കാരൻ മെർസിഡീസ് ബെൻസ് 500K ഫ്രം 1934. തൊട്ടപ്പുറത്തുള്ളവനെ കാഡിലാക് സീരീസ് 62 ഫ്രം 1940. അപ്പോൾ ഗൈസ്, അടുത്തതായിട്ട് ഇതാ ഒരു റെഡ് മസ്താങ്ക് ഉണ്ട് ഇവിടെ. ചോദിക്കാൻ മറന്നു, നിങ്ങൾക്ക് ഈ വിൻറ്റേജ് ആണോ ഇഷ്ടം അതോ സ്പോർട്ടി ന്യൂജൻ ഐറ്റംസ് ആണോ ഇഷ്ടം? ഏതാ നിങ്ങൾക്ക് ഇഷ്ടം ഏതാ ഗൈസ്? ഇനി അങ്ങോട്ട് നിങ്ങൾ കാണാൻ പോണത് ഒരു മസ്താങ്കിന്റെ ചാകര തന്നെ കേട്ടോ. ഞാൻ ഫുള്ള് നിങ്ങൾക്ക് കാട്ടിത്തരാം. വരി. അടുത്തതായിട്ട് ഒരു കിടിലം BM ഉണ്ട് ഇവിടെ. പിന്നെ ഈ മൂട്ട കാറുകളും ഉണ്ട്. മൂട്ടയാണെങ്കിലും കിട്ടിയ കപ്പുകളും എന്തൊക്കെയോ ഉണ്ട്. ഇതിന്റെ മുന്നിൽ ഒരു പാവക്കുട്ടിൻ്റെ. പിന്നെ ഇതിന്റെ അറബിക് പ്ലേറ്റ്സ് പറയാണ്ടിരിക്കാൻ വയ്യ. ഇതിന്റെ അറബിക് പ്ലേറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതങ്ങനെ കാണുമ്പോൾ തന്നെ രസം. അടുത്തതായിട്ട് ഈ ലോകത്തിന്റെ തന്നെ കണ്ണിലുണ്ണി നമ്മുടെ ഡോഡ്ജ്. അടുത്തതായിട്ട് ഇഞ്ചിപുട്ട സാധനം ഏതാല്ലേ, ഡോഡ്ജിനല്ലേ ഇത്? തോന്നുന്നത് ഇത് ഡോഡ്ജ് തന്നെ ആയിരിക്കും. നോക്ക് ഇതിന്റെ ഭംഗിയും ഇതിന്റെ ആ ഒരു വർക്കും. ഇതിന്റെ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറേ സമ്മാനം കിട്ടിയിട്ടുണ്ട്. മുന്നിലുണ്ട് സാധനങ്ങളൊക്കെ ഒന്നിച്ച് വെച്ചിട്ടുണ്ട്, ബോണറ്റൊക്കെ. പിന്നെ അതിന്റെ ഫിനിഷിങ്ങും ഒക്കെ പ്രത്യേക ഭംഗി, രസമുണ്ട്. അടുത്തതായിട്ട് റെഡ് ബുഗാട്ടിനെ ഇതിന്റെ പേര് ബുഗാട്ടിയാ. വല്ലാത്ത സാധനം തന്നെ. പഴയ സാധനം ആയതുകൊണ്ട് ഈ ന്യൂ ജനറേഷനായി എനിക്കൊക്കെ ഇതിനെക്കുറിച്ച് ഒരു അറിവില്ല. അടുത്തായിട്ട് ഇതിന്റെ മുന്നിൽ തന്നെ ഒരു ജീപ്പ് ഉണ്ട്. നമ്മളെ നാട്ടിലൊക്കെ ടക്കർ എന്ന് പറയും ഇതിന്. ചമ്മാടൊക്കെ എപ്പോഴും ടാക്സിയൊക്കെ ഓടിച്ചെടുക്കും. അതാണ് പോലെ നല്ല വണ്ടിയാണ്. എന്തായാലും ഒത്തിരി ആളുകൾക്കൊക്കെ ഇരിക്കാം. പിന്നെ ഇതിന്റെ കളർ കോമ്പിനേഷൻ ആണ് രസം, ഒരു പ്രത്യേക രസം. അടുത്ത ഒരു സ്നേക്കിനെ പോലുള്ള ഒരു മസ്താങ്ക് ഉണ്ട്. ഒരു പ്രത്യേക ഒരു അക്രമകാരി സാധനം എന്താണ് കേട്ടോ. ഇതിന്റെ ബോണറ്റൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ തന്നെ ഫുൾ അക്രമകാരികൾ മാത്രം. അക്രമത്തിന് എന്തൊക്കെയുണ്ട് അതെല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട് ഗൈസ്. അടുത്തായിട്ട് നല്ല കളർ കോമ്പിനേഷൻ ഉള്ള വേറൊരു വണ്ടി. ഇതിന്റെ കളറ് എനിക്കിതിരി കളറുമൊക്കെയാണ് ഇതിന്റെ ആ ഒരു എൻ്റെ കണ്ണ് മൊത്തം പോയത്. പിന്നെ ഇതിന്റെ മൊത്തത്തിൽ കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. ഇതിന്റെ ഈ കളറാണ് ഇതിന്റെ ഈ കളർ കൊണ്ടാണ് ഈ വണ്ടി ഇങ്ങനെ ആയത്. ഈ വണ്ടി നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഓൾറെഡി ഇൻസ്റ്റയിൽ ഈ വണ്ടി കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഓരോരുത്തരെ ഫോട്ടോഷൂട്ടൊക്കെ. ഗൈസ്, എന്താണ് നിങ്ങൾക്ക് ഈ വണ്ടിക്കുള്ള അഭിപ്രായം? ഇതെന്താണ് ബുള്ളോ? ഇതെന്ത് സാധനം? എന്തായാലും പൊളി ഐറ്റം. എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ട് ഇത്.
എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം ഗൈസ്. അടുത്ത മസ്താങ്ക് ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ഐറ്റം. അടുത്തായിട്ട് ഗൈസ് ഒരു ബ്ലൂ കളർ ഡിസൈനിൽ ഒരു ഐറ്റം ഇരിപ്പുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെയാണ് ക്രൗഡ് മൊത്തം, പിള്ളേരുടെ ഒരു ഏരിയ തന്നെയാണത്. അടുത്തതായിട്ട് അണിയറയിൽ ഇത് ബ്ലാക്ക് സുസുക്കി ഹയാബൂസ ഉണ്ട്. ഇതിന് ചെറിയ കൊച്ചു പിള്ളേർ മുതൽ ഈ അറബി കുട്ടികളുണ്ടല്ലോ, ഈ കുറച്ച് വലുതും ചെറുതും ഒക്കെ ആയിട്ടുള്ള ഇവർ മൊത്തം ഇതിനെ ഈ അങ്ങോട്ട് വളഞ്ഞിരിക്കണം ഇവിടെ. നമുക്കതിൻ്റെ അടുത്തേക്ക് പോകാൻ വരെ സ്ഥലം കിട്ടിയിട്ടില്ലായിരുന്നു. ഇതൊക്കെ ഏതാണ് ഐറ്റം ഗൈസ്? ഒരു 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 വിൻറ്റേജ് BM കേട്ടോ. നല്ല ഡിസൈൻ അല്ലേ കാണാൻ? ഓ, ഒരു ഒരു ബട്ട്ലർ ലുക്ക്. എൻ്റെ മോനെ വേറൊരു ഐറ്റം. ഈ വണ്ടി എനിക്ക് പുറത്തുനിന്ന് തന്നെ കാണുമ്പോൾ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും ഞാൻ. ഇതിൻ്റെ പേര് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം എന്തായാലും. ഇത് എല്ലാവരും അറിയണം അതിൻ്റെ പേരൊക്കെ. എനിക്കൊക്കെ ഈ വണ്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഡ്രൈവൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ ചില വണ്ടികൾ ഏതാണെന്ന് എനിക്കറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ഏത് വണ്ടി ഏത് ഉറക്കത്ത് കാണിച്ചു തന്നാലും ചെങ്ങായിമാരെ ഇതാണ് അത് എന്ന് പറയും. എൻ്റെ പിന്നെ ഇതൊരു മസ്താങ് തന്നെയാണ് എന്തായാലും. പക്ഷേ ഷോക്ക് വെച്ചവൻ്റെ ഒരു അക്രമം നോക്ക് നിങ്ങൾ. സംഭവം വെറൈറ്റി ആയിട്ടുണ്ട് അല്ലേ? 2 കപ്പിൾസാണ് തോന്നുന്നത് ഈ മുന്നിലിരിക്കുന്നുണ്ട്. അടുത്ത ആഴ്ച റോഡിലെ കിങ് എന്നറിയപ്പെടുന്ന ഇവിടെ പോലീസുകാരൊക്കെയാണ് കൂടുതൽ ഇത് യൂസ് ചെയ്യലെന്നൊക്കെയാണ് പറയപ്പെടാറ്. ഒരു ബ്ലാക്ക് ലെക്സസ്. എനിക്കിതിൻ്റെ ഷേപ്പും ആ വീലും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. വണ്ടിയുടെ ആ ഉള്ളിലേക്കൊക്കെ എന്നെ നോക്ക് ഗൈസ്. ഗണ്ണുണ്ട് കേട്ടോ, ഗണ്ണ്. ഇവിടെയും നമുക്കൊരു മലയാളി തനിമ കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. മലയാളി തനിമയാണോ ഇനി അത് ശ്രീലങ്കൻ തനിമയാണോ എന്ന് നിങ്ങൾ തന്നെ പറയേണ്ടി വരും. ഇനി നമുക്ക് പുറത്തേക്ക് മാളിൻ്റെ പുറത്തേക്ക് ഒന്ന് പോയി നോക്കാം. ഈ സൈഡിലെ എൻട്രൻസിൽ ഒരു 2 വണ്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്ന് പോയോ. ഇതാണ് ടൊയോട്ട ടൊക്കോമ പിക്കപ്പ് ട്രക്ക്. ഇതിൻ്റെ കളർ തന്നെ നോക്ക്, മിലിറ്ററി കളറിൻ്റെ കൂടെ റെഡ് ബ്ലാക്ക് യെല്ലോ കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഒന്നുകൂടെ കാണാൻ കൊള്ളാം അല്ലേ? വീട്ടിൽ ഏറ്റവും കുരുത്തം കെട്ടണമെന്നൊക്കെ പറയുന്ന പോലെ. ഇവിടെ ഒരു താറാവുട്ടി ഉണ്ട് ഗൈസ്. ഇതിന്റെ പേര് അറിയുന്നവരാണോ നിങ്ങൾ? അറിയണമെങ്കിൽ ഒന്ന് പറഞ്ഞെടുത്തോളൂ എല്ലാവർക്കും. എനിക്കും അറിയണേ. അടുത്തായിട്ട് ഗൈസ് ഒരു പൂക്കി ലെവൽ ഐറ്റുണ്ട് ഇവിടെ. നല്ല രസമുണ്ട് ഇതിന്റെ കിറ്റൊക്കെ കടിച്ച് കണ്ടിട്ട്. എന്തായാലും കാണാൻ ഒരു ക്യൂട്ട് മോൻ എന്നൊക്കെ പറയാം. നമ്മൾ ഗൾഫിൽ നിങ്ങൾ നാട്ടിലായതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഫുള്ള് ഈ മാള് മൊത്തം ഇരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ചെങ്ങൈമാർ വണ്ടി അവിടെയും ഇവിടേക്കൊക്കെ കൊണ്ടുപോയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം തപ്പി പിടിച്ചിട്ട് വേണം കാണിച്ചു തരാൻ. ഇതേ കിടക്കണ ചെങ്ങൈമാരൊരു കുട്ടി ജുറാസി പാർക്ക്. ഇത് ജുറാസി പാർക്ക് മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അപ്പുറത്തെ ഷോപ്പിൽ ഒരു കാക്ക പറഞ്ഞ കേട്ടോ. അടുത്തതായിട്ട് GT റെഡ് ആൻഡ് ബ്ലാക്ക്. ഒരു വൈഡ് കിറ്റാണ് അതിനുള്ളത്. കറക്റ്റ് ഒരു ഡെഡ് പൂളൊക്കെ ഇല്ലേ, ആ വാളും ആ ഗണ്ണൊക്കെ ഉണ്ട് ഈ ബോണറ്റുമിൽ. അടുത്തായിട്ട് നിസാൻ GTR. ഇത് എനിക്ക് തോന്നുന്നുണ്ട് ട്രാക്ക് ലെവൽ ആയിട്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഗൈസ് ഈ പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് ഡേ ആണെന്ന് അതിൻ്റെ ചടങ്ങിലേക്ക് കടക്കുകയാണ് അവർ. അതിൻ്റെ അണിയറ പ്രവർത്തകരും അതിൽ പങ്കെടുത്ത ഈ കാറുകളും എല്ലാം അടിപൊളിയാണ് തോന്നുന്നുണ്ട്. എന്തായാലും നല്ല രസമുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ ഈ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്തട്ടോ. നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ പറഞ്ഞോളി. ഒരു പ്രശ്നമില്ല, നമുക്കൊന്നും ഒരു അറിവില്ല കേട്ടോ ഈ വണ്ടീനെ കുറിച്ചൊക്കെ. ആകെ വണ്ടി ഓട്ടാൻ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണം. ആദ്യമായിട്ട് കാണുന്നവനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്താണ്ടി. ഓക്കെ, അപ്പോൾ ശരി എന്നാൽ.